ഉയിർപ്പുകാലം 4-ാം ശനി. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളുടെ വിശകലനം. സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്ന ഈശോ. പ്രവാചകൻ സ്വന്തം നാട്ടിൽ അവഗണിക്കപ്പെടുന്നു. ഈ സത്യം അറിയുന്നതുകൊണ്ടാകാം യേശു മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം നസ്രത്തിലേക്ക് വരുന്നതിന് പകരം ഗലീലയിൽ തന്റെ ദൗത്യം ആരംഭിക്കുന്നത്. അപ്പോൾ അവന്റെ കീർത്തി സ്വന്തം നാട്ടിലും പ്രചരിച്ചു. പിന്നീട് സ്വന്തം നാട്ടിൽ തിരിച്ചെത്തിയ യേശുവിനോട് സിനഗോഗ് അധികാരികൾ വിശ്വാസികളെ പഠിപ്പിക്കുവാൻ ആവശ്യപ്പെടുന്നു. അവനെ ശ്രവിച്ചവർ ഈ ജ്ഞാനം എവിടെ നിന്ന് എന്ന് അത്ഭുതപ്പെടുന്നുണ്ടെങ്കിലും ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഇവൻ പക്ഷേ മറിയത്തിന്റെ മകനല്ലേ എന്ന് ആക്ഷേപപൂർവം പറയുന്നുമുണ്ട്. സുവിശേഷകർക്ക് ജോസഫ് അജ്ഞനായതുകൊണ്ടാകാം മറിയത്തിന്റെ മകനെന്ന് എഴുതിയത്. അതുമല്ലെങ്കിൽ അവർക്കിടയിലെ അതിപരിചയവുമാകാം ഈ അവജ്ഞയ്ക്ക് കാരണം. അതോ യഹൂദ നിയമങ്ങൾ നിരന്തരം തെറ്റിക്കുന്ന യേശു ജനങ്ങൾക്കിടയിലുണ്ടാക്കിയ ബഹുമാനക്കുറവ് അതേപടി എഴുതപ്പെട്ടതാകാം. ഏതായാലും യേശുവിലെ സാധാരണത്വം സ്വന്തം നാട്ടുകാരിൽ നിറച്ചത് അവിശ്വാസമാണ്. വരാനിരിക്കുന്ന മിശിഹ ഇത്ര നിസ്സാരക്കാരനായിരിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അവർക്ക് ചിന്തിക്കാനായില്ല. നാമും നസ്രത്ത് മനോഭാവക്കാരാണ്. ഒരു ഗോതമ്പപ്പത്തിലും മറ്റു കൂദാശകളിലും ദൈവം നമ്മിലേക്ക് ഇറങ്ങി വരുന്നു എന്ന് വിശ്വസിക്കാൻ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് കഴിയുന്നുണ്ടോ? ദൈവസാന്നിധ്യവും ദൈവാനുഗ്രഹവും സങ്കീർണമായതും ചിലവേറിയതുമായാൽ നാം അതിനെ സ്വീകരിച്ചേക്കാം. നമ്മുടെ സ്വന്തം ദേവാലയത്തിൽ നിന്നും വികാരിയച്ഛനിൽ നിന്നും ലഭിക്കാത്ത ദൈവസായുജ്യം ലക്ഷങ്ങൾ ചിലവഴിച്ച് വിശുദ്ധ നാട്ടിൽ പോയാലോ, ലൂർദിലോ വേളാങ്കണ്ണിയിലോ പുകഴ്പെറ്റ ധ്യാന കേന്ദ്രത്തിലോ പോയാലോ ലഭിക്കുമെന്ന് കരുതുന്നത് അവിശ്വാസവും മൗഢ്യവുമാണ്. സാധാരണത്വത്തിലും പരിചിതങ്ങളിലും ദൈവത്തെ ദർശിക്കാൻ കഴിയാത്തത് നമ്മിലുള്ള നസ്രത്മാനിയെ കൊണ്ട് മാത്രം.